അമ്മാവോ അമ്മാവാ അമ്മാവോ എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. അമ്മാവന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ടാ. എല്ലാവരും ഒന്ന് മാറിക്ക, ഒന്ന് മാറിക്ക. ഒന്ന് ഞൊന്നേ നീ ഞൊന്നേ. എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല ഞാനും അമ്മനെ 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ ഒന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? ഇരപ്പി അവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരിഞ്ഞാ മനുഷ്യനെ സൂപ്പിക്കുന്നത്. എനിക്ക് പോടാ അവിടെ നിന്ന്. എല്ലാവരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചല്ലേ? എല്ലാവരും പുറത്തു പോ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ നോക്കുമല്ലോ. അങ്ങേരത്ര പെട്ടെന്നൊന്നും ഇതാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളു. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാകര ദൈവദോഷം പറയാതെ. പിന്നെ ചാകും പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കുക? മനുഷ്യൻ വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഞാനും അമ്മണി ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലയോ അതങ്ങ് മനസ്സിരിക്കട്ടെ. ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ. തിരക്കുള്ളവർക്കൊക്കെ പോകാമെന്നല്ലേ പറഞ്ഞോളൂ അമ്മണി? അത്ര തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണോ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വീഴ്ച? എടാ കൊച്ചനെ നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന പറഞ്ഞ കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്. അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം അല്ലേ മണി? പിന്നെ ആ ഭജന പാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ അത് കുറച്ച് കൂടുതലായി പോലെ. ദൈവം, 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 തരം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ പണം ചെലവായിട്ടുണ്ട്. അത് വരെ വയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ച കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോട്ടെ അമ്മണി, ഇത് കേട്ടാ? ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുകുതിരി വാങ്ങിച്ചത് ആരാ? ഞാനാ 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുകുതിരി ഞാൻ കത്തിക്കുന്നുണ്ട്. എന്നിട്ട് വല്ല കണക്ക് പറഞ്ഞോ? കളയളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ലേ ഈ അനാ പൈസയുടെ കണക്ക് പറയണത്? അയ്യോ അതിന് മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാലനും വേണ്ടായോ? ഭൂമിയിൽ ഈ പട്ടികൾക്ക് മാത്രമേ നമ്മളെ കാണാൻ കഴിയും. അത് വല്ലാതെ കുറയ്ക്കുന്നില്ല. കുറച്ചോട്ടാനും നിനക്കെന്താ? കൂട്ടുകാരല്ലേ? ഭൂമിയിലുള്ള ഓരോ ജീവിക്കും അതിൻ്റെതായ ധർമ്മമുണ്ട്. പട്ടിയുടെ ധർമ്മം കുറയ്ക്കുക എന്നുള്ളതാണ്. അതിവിടെ നിൽക്കും. ഞാൻ അകത്ത് പോയി പപ്പനാവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കൊള്ളാലോ. ഏത് പോലീസുകാരൻ കൊടുത്താലും കിട്ടും 100 രൂപ. അവസ്ഥ അറിയാതെ വെറുതെ കുറച്ച് തൊണ്ട പൊട്ടിക്കല കേട്ടാ. എന്തിനാ വെറുതെ അവരാവശ്യമില്ലാതെ കുറയ്ക്കണേ? എന്തിനാ അത്? അയ്യോ എന്റെ അമ്മാവൻ ചത്തേ. ഞാൻ ആദ്യം പോട്ടെ. എന്റെ മാവനാ. ഇതാണ് പപ്പനാവൻ എന്ന പപ്പൻ. ഇതന്നെയാണോ ശരിക്കും നോക്ക്. അയാൾക്ക് വാദം ഉണ്ടെന്നല്ലേ പറഞ്ഞു? ആള് തന്നെയാ. വാദവും പിത്തമൊക്കെ ശരീരത്തിലേ ഉള്ളൂ. ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളൊക്കെ ആരാ? ഞാൻ കാലനാ. അല്ല, ആത്മാവ് ബോധം കെട്ട് വീഴോ? ഇതൊക്കെ ഇവന്റെ അടവല്ലേ? നീ അകത്തേക്കല്ലേ? ഇവന്റെ ശരീരം ഞാനിവിടെ വടിയാക്കി വെച്ചിട്ടുണ്ട്. ചെന്ന് കയറിക്കോ, താമസിക്കണ്ട. ഇടാ പേടിക്കാനൊന്നുമില്ലടാ.
എന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശരീരത്തിലേക്ക് ഇടിച്ചങ്ങ് കയറിച്ചാൽ മതി. ചെല്ല്. ആ പിന്നെ ഒരു കാര്യം, ഇനിയുള്ളതിന്റെ 7 ദിവസം ഇവിടെ കഴിഞ്ഞോണം. ചുമ്മാ എന്നെ ശല്യപ്പെടുത്തരുത്. ആ അയ്യോ അമ്മാവൻ ഞങ്ങളെ വിട്ടേച്ച് പോയല്ലോ. മര്യാദ കിടന്നുറങ്ങിക്കൂ. 2 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട് മുഖത്ത്. അപ്പുറത്തേക്ക് എന്നാലേ മരിപ്പറിയിക്കാനെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കടന്ന് ഓടേണ്ടി വരും. ഞാനിവിടെ കിടന്ന സംഗതി ആ കുഴ കിട്ടാമണി ഒറ്റെണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളൂല. അവര് കൊറേ കുഴയ്ക്കും. ഈ അമ്മിണിയുടെ കണ്ണ് വെട്ടിച്ചിട്ട് ഓരോരുത്തർക്കും ഒന്നും ചെയ്യാനൊക്കത്തില്ല. നിങ്ങൾ ധൈര്യമായിട്ട് കിടന്നുറങ്ങിക്കൂ. ആരെങ്കിലും ചോദിച്ചാലേ ഞാനിവിടെ ദുഃഖം കൊണ്ട് സുഖമായിട്ട് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? നാളെ 10 മണിക്ക് മുമ്പ് ഈ ചടങ്ങൊക്കെ ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നമുക്ക് സ്ഥലം വിടായിരുന്നു. എത്ര ദിവസമായി കുട്ടികൾ പള്ളിക്കൂടത്തിൽ പോയിട്ട്? അങ്ങനെ ഇപ്പൊ പോകണ്ട. 4 കാശ് കിട്ടണായിരുന്നു എന്റെ അമ്മയുടെ ഒരു സ്കൂളിൽ പോക്ക്. അമ്മണിക്കുട്ടി നിന്നെ ആരെ വിളിക്കും? എന്റെ അമ്മ ഞങ്ങളെ ഇട്ടേച്ച് പോയല്ലോ അമ്മ. അയ്യോ ദുഃഖം ശിരസിൽ അടിച്ചായിരിക്കും. കുറച്ച് കാറ്റ് കൊണ്ട് എല്ലാം ശരിയാവും. ചേച്ചി ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റി? കണ്ണു തുറക്കി ചേച്ചി. ചേച്ചി അവളെ എന്നെ കണ്ടൊന്ന് പേടിച്ചതാ. എന്തേ എന്ത് പറ്റി? അയ്യോ അയ്യോ എന്നെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയടി? പേടിക്കാനൊന്നുമില്ല, ഒരു ബോധക്ഷേമാ. അളിയുന്ന തോട്ടം കണ്ട ഞങ്ങളെ ഏതാണ്ട് ചെയ്തിട്ടാണ് തോന്നുമല്ലോ. നിങ്ങളൊക്കെ എന്തും ചെയ്യാൻ മടിയില്ലാത്തതെന്ന് എനിക്കറിയാവടാ. അയ്യോ ഞങ്ങളൊന്നും ചെയ്തല്ല. മിണ്ടിപ്പോന്ന് കൊല്ലും ഞാൻ, കൊന്നുകളയും ഞാൻ. ഇവിടെ എന്താ നടന്ന അറിയാൻ അറിയാത്തോണ്ടാ. എനിക്കറിയണം. മാത്രമല്ല ഞാൻ ആരാന്ന് ഇവരൊക്കെ അറിയിക്കാൻ വേണം. എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് പറയടാ. പറയില്ലല്ലേ? അറിയണമെങ്കിൽ അങ്ങോട്ടല്ലേ? എങ്ങോട്ട്? അങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് മാത്രമല്ല എങ്ങോട്ടും ചെല്ലും ഞാൻ. അറിയാവോ? നിങ്ങൾ ആരും പറയില്ല എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന്. എനിക്കറിയാം. എന്റെ അമ്മ എന്ത് ചെയ്തോന്ന് എനിക്കറിയാം. അറിയാവോ? ഒരൊറ്റ ഞാൻ വെറുതെ വിടില്ല. എന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. എന്റെ അമ്മേ Bastard. വൈകിയാണ് അറിഞ്ഞത്. ഞാനല്പം താമസിച്ചു പോയി. എവിടെയാണാവോ പരേതന്റെ മൃതദേഹം? അങ്ങോട്ട് എന്നാ മതി. ഞാനിവിടുത്തെ MLA. അത് ഈ വേഷം കണ്ടപ്പോ തന്നെ മനസ്സിലായി. എതിർ കക്ഷിക്കാരാണെന്ന് തോന്നുന്നു. ഇവനെ നോട്ട് ചെയ്തേക്കൂ. ഇപ്പോഴൊന്നും വേണ്ട, മരണം ഇവിടല്ലേ. വരൂ.
താനെന്താ ഒരു ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട്? അയ്യോ, ഇത് ഘോഷയാത്ര ഒന്നുമല്ല, എല്ലാം നമ്മുടെ കുട്ടികളാണ്. നമ്മുടെ കുട്ടികളോ? തന്റെ കുട്ടികളായിരിക്കും. പപ്പൻ ചേട്ടൻ അറിയാമല്ലോ, ഒരു MLA എന്ന് പറയുമ്പോ അയാൾക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വീടുകളുമായി ബന്ധം കാണും. ഇതെന്തായത്? ഇത് നമ്മുടെ പാർട്ടിയുടെ വക ഒരു സന്തോഷം. നമ്മുടെ പാർട്ടിയോ? പപ്പൻ ചേട്ടൻ എന്റെ പാർട്ടിക്കാരാണല്ലോ. ഞാൻ പഴയ പപ്പനല്ല. പഴയതായാലും പുതിയതായാലും ഞങ്ങൾക്ക് പപ്പൻ ചേട്ടനെ മറക്കാനാവില്ല. നിങ്ങൾ വന്ന കാര്യം പറയണം. ഒരു ഫോട്ടോ എടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. എന്ത് വിരോധം? ഫോട്ടോ. പപ്പൻ ചേട്ടൻ ഒന്നും തോന്നരുത്, നാളെയും മറ്റന്നാളും എനിക്ക് തീരെ സമയമില്ല, അതുകൊണ്ടാണ് ഇത് ഇന്ന് തന്നെ ആക്കിയത്. ഒരു നിമിഷം കണ്ണടച്ചു, പ്ലീസ് പ്ലീസ്. എടുത്തോളൂ. എടുക്കാൻ പറ്റേ? അപ്പോഴേ ഇങ്ങോട്ട് വാ. പോവുകയാണെങ്കിൽ കുന്തം കൊണ്ട് പോ. എടുത്തോളൂ, എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കൂ, കളയണ്ട, ഇനിയും ഉപയോഗിക്കാം. എന്തൊരു ഉറക്കമാടാ ഇത്? ആരാ? ഞാനാ, കാലൻ. അങ്ങനെ നോക്കിയാലൊന്നും എന്നെ കാണില്ല. നശ്വരമായ ശരീരത്തിലിരിക്കുന്ന നിനക്ക് അനശ്വരനായ എന്നെ കാണാൻ സാധിക്കില്ല. നിനക്കൊരു ശരീരമുണ്ടെന്നുള്ള ചിന്ത വെടിഞ്ഞ് എന്നെ ധ്യാനിക്കുക. എങ്ങനെയുണ്ട് പപ്പ? ഇതൊരു തരം ചീറ്റിംഗ് ആയിപ്പോയി. അത് കൊള്ളാം. നല്ലൊരു ശരീരം സംഘടിപ്പിച്ചെന്ന് അതിന്റെ വിശേഷമൊക്കെ ഒന്ന് അറിയാന്ന് കരുതുന്നപ്പോ നീ എന്റെ മെക്കെട്ട് കയറുകയാണോ? ഇതൊരു ശരീരമാണോ? എന്നാ കണ്ടു മനസ്സിലാകുന്നില്ലേ? എന്റെ ശരീരം എത്ര സ്മാർട്ട് ആയിരുന്നു എന്ന് കാലിനറിയാമോ? അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അങ്ങനെ കൈ ഒഴിഞ്ഞിട്ട് കാര്യമില്ല. നഷ്ടം എനിക്കാ. എന്റെ വിലപ്പെട്ട ഒരു ദിവസം ഇവിടെ പോകുന്നത്. ഇന്ന് രണ്ടിലും ചെയ്യണം. എന്ത് ചെയ്യണോന്ന്? എനിക്ക് ശരീരം വേണ്ട. എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല. പുറത്തിറങ്ങാൻ സ്വാതന്ത്ര്യമില്ല. വെറും യൂസ്ലെസ്. എനിക്ക് ഉടനെ ഒരു നല്ല ശരീരം സംഘടിപ്പിച്ചു തരണം. ആയുസത്ത് അത് ആളെ പിടിക്കുന്ന എങ്ങനെടാ? അപ്പൊ എന്നെ പിടിച്ചതോ? അത് എനിക്ക് പറ്റിയൊരു കയ്യബദ്ധമല്ലേ പപ്പ? എങ്കിൽ അതുപോലെ ഒരു അബദ്ധം കൂടി ചെയ്യേ. നല്ല ഒരുത്തിനെ പിടിച്ച അവന്റെ ശരീരം എനിക്കിതാ. നിന്റെ കാര്യം തന്നെ എന്നെ പുലിവാല പിടിപ്പിച്ചിരിക്കുക. നീ അതും പറയാനിട്ടാ വേറെ. അങ്ങോട്ടൊന്ന് എഴുന്നേറ്റേ. എന്നാ മരിച്ചോ മരിച്ചോ? അയ്യോ അതല്ല. ഓ ഒന്ന് എഴുന്നേക്കെന്ന് ഒരു കാര്യം കാണിച്ചാരാ. എന്ത് കാര്യം? വാ. ഈ പാതിരാത്രിക്ക് എന്തോന്നറിയ കാര്യം? പാതിരാത്രി നേരം വെളുക്കാറായി. വരാനല്ലേ പറഞ്ഞത്? കൈവിട് കൈവിട്. വരാം. വിട്. വിടാണ്ട് അങ്ങനെ വരാൻ പറ്റുന്നേ? നേരെ അങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് വരാനേ. അവിടെ നോക്ക്. എന്താ? ഞാനിതൊക്കെ നിങ്ങളോടല്ലാതെ പിന്നെ വേറെ ആരോട് പറയാനാ? ഭ്രാന്താണോ? അതൊന്നും എന്നോട് പറയണ്ട.
ഒരു നിവൃത്തിയില്ല. ഈ ദുരിതങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തേ നോക്കൂ. അത് ശരി. മനുഷ്യന്റെ അവസ്ഥയെ പറ്റിയും അവന്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയും പറഞ്ഞാൽ മനസ്സിലാകുന്ന വർഗങ്ങളല്ലല്ലോ നിങ്ങൾ. ഈ കുരങ്ങുകളി ഇന്നെങ്കിലും അവസാനിപ്പിക്കണം. ഞാനോ? എന്തിന്? എവിടെ? ഇവിടെയോ? എപ്പോഴേ? ഇപ്പോഴോ? അധികമുണ്ടോ? നീ ചൂടാകാതെ. സത്യം പറഞ്ഞ നിന്റെ കാര്യത്തിൽ എനിക്കും വിഷമമുണ്ട്. വിഷമമുണ്ടെന്ന് ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമുണ്ടോ? എനിക്കും കൂടെ തോന്നണ്ടേ? നിനക്ക് തോന്നാതെ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എനിക്ക് എല്ലാരും വിവരം അറിയിക്കണം. ഞാൻ ജീവിച്ചിരിപ്പില്ലെന്ന കാര്യം എല്ലാരും അറിയണം. അതിന് നീ മരിച്ചിട്ടില്ലല്ലോ, ഇപ്പോഴും ജീവിച്ചിരിക്കല്ലേ? കണ്ടവന്റെയൊക്കെ ശരീരത്തിൽ കയറി ജീവിച്ചിട്ടുണ്ട് കാര്യം, പ്രത്യേകിച്ച് ഈ കിളവന്റെ ശരീരത്തിൽ. എഴുന്നേറ്റ് ശരിക്ക് നടക്കാൻ പറ്റുന്ന ഒരുത്തനെ എനിക്ക് സംഘടിപ്പിച്ചു തരണം. എന്നിട്ട് എന്തോ ചെയ്യാനാ? എന്റെ കഥ എല്ലാരും അറിയിക്കാൻ. എന്റെ പപ്പ, നീ പറയുന്ന ഒരു എളുപ്പമുള്ള കാര്യമല്ലത്. ഭൂമിയിൽ ആരോട് പറഞ്ഞാലും ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല. നിനക്ക് ഭ്രാന്താണെന്നും പറഞ്ഞ് പിടിച്ച് ചങ്ങലക്കിടും. പിന്നെ നിന്റെ ശേഷിച്ച ദിവസങ്ങളിൽ ചങ്ങല കിടക്കേണ്ടി വരും. ഇപ്പോഴും ഏതാണ്ട് അതുപോലെ തന്നെയാ. ചങ്ങല ഇല്ലെന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ഭാഗം മുഴുവൻ ഫീസായി കിടക്കുക. മര്യാദക്ക് നല്ലൊരു ശരീരം സംഘടിപ്പിച്ചു തന്നില്ലെങ്കിൽ നീ നാളത്തെ ഒരു ദിവസം കൊണ്ടൊന്ന് ക്ഷമിക്ക. നാളെ രാത്രി ഒരുത്തം മരിക്കാനുണ്ട്. ആരാ? പേര് കേട്ട ഒരു ചട്ടമ്പി. ചട്ടമ്പിയോ? ആള് പാവമാ. കളവും ചട്ടമ്പിത്തരവും ഒക്കെ പണക്കാരുടെ അടുത്തേ ഉള്ളൂ. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാ. അതാരാണ്? കായംകുളം കൊച്ചുണ്ണിയോ? കായംകുളം കൊച്ചുണ്ണിയല്ല, കായിക്കര കൊച്ചാപ്പൂ. ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൻഡപ്പൻ. ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. SI ആണോ? വരൂ, അകത്തേക്ക് വരൂ. ഇരിക്കൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് SI ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കുക. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി, കമല. ഗ്രേസി എന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വലിയ വീട്ടിലോ? കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു. എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, SI കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ. എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ കൊണ്ടുവരാം. പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട? പൊക്കോളൂ. അതേ, അപരിചിതരെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ? കുഞ്ഞല്ലേ. ആര്? ഗ്രേസി. ഇപ്പൊ പോയതോ? ഞാനും അവളും കൂടെ റോഡിൽ നടന്നു പോകുന്നത് കണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ട്. ആയിരിക്കും. എങ്ങനെ അസൂയ ഇല്ലാതിരിക്കും? ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണു. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതലാ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നോ? നിങ്ങൾ ഈ പോലീസ് എന്ന് പറയുന്നവർ പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആൻഡപ്പൻ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവ്വമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂർ പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരെടുക്കോ? സാധനം ഫോറിനാ. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ. കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല.
ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ആ വാതിൽ കാണിച്ചു. ഇതെന്താവുന്നു? ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ്. ക്ലോസറ്റ് എന്നാ അതല്ല. ഞാൻ തുറക്കാനോ? അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ SI അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. ഹൻസാം. നമ്മൾ സ്നേഹിതന്മാരായി പോയതുകൊണ്ട് വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോൾ നിങ്ങൾ നോക്കി നിന്നാലോ, എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണോ? നീ എന്നെ കൊല്ലുവോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല, എടുക്കണം. 10 തന്നെ വേണോ? 10. 5 പോരെ? തൽക്കാലം ഇത് മതി. ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. വരണം, വരൂ. കംല.